പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മിൽ നിന്ന് ദൈവത്തിലേക്ക് യാത്രയായ അഭിവന്ദ്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിശുദ്ധ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഹോദരങ്ങളുടെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുകയും ചെയ്യുന്നു. പോപ്പ് എന്ന അർത്ഥത്തിൽ, മാർപ്പാപ്പ എന്ന അർത്ഥത്തിൽ ലാറ്റിൻ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പോണ്ടിഫ് അല്ലെങ്കിൽ പോന്തിഫ് എന്ന് ഉച്ചരിക്കുന്ന ഒരു വാക്ക്. അതിൻ്റെ അർത്ഥം പാലം നിർമ്മാതാവ് എന്നാണ്. വ്യത്യസ്ത സമൂഹങ്ങൾക്കിടയിൽ, വ്യത്യസ്ത സംസ്കാരങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ സംവാദത്തിന് സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയുമായ പാത തുറന്നുകൊണ്ട് ആ പാലം നിർമ്മാതാവ് എന്നുള്ള ആ പരികൽപ്പനയെ പൂർണ്ണമായും അന്വർത്ഥമാക്കിയ ഒരു വിശുദ്ധ വ്യക്തിത്വമായിരുന്നു നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ ദൈവത്തിലേക്ക് യാത്രയായ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന് അർജന്റീന സ്വദേശിയാണ് അദ്ദേഹം. അവിടുത്തെ ഇസ്ലാമിക സമൂഹവുമായി വളരെ പ്രസ്താവ്യർഹമായ ബന്ധങ്ങളുള്ള, അടുപ്പമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം പോപ്പായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടപ്പോൾ ഇസ്ലാമിക് സെന്റർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് അർജന്റീനയുടെ സിറ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടന, അതിന്റെ സെക്രട്ടറി ജനറൽ സുമർ നൌഫൂരി പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. മുസ്ലിങ്ങൾക്ക് ബെർഗോഗ്ലിയോയുടെ, അത് വിശുദ്ധ മാർപ്പാപ്പയുടെ പഴയ നാമമാണ്, മുസ്ലിങ്ങൾക്ക് ബെർഗോഗ്ലിയോയുടെ മുൻകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ സമാധാനത്തെക്കുറിച്ചും ശാന്തിയെക്കുറിച്ചും സാഹോദര്യപൂർണമായ മതാന്തര സംവാദത്തെക്കുറിച്ചുമുള്ള ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് പ്രത്യാശകളുമാണുള്ളത്. ഒരു ദശാബ്ദ കാലമായി CIRയും അതായത് സിറയുമായി ബെർഗോഗ്ലിയോക്കുള്ള ബന്ധം അർജന്റീനയിലെ ഏക ദൈവ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുവർണാധ്യായമാണ്. അങ്ങനെയുള്ള ഈ വ്യക്തിത്വം മാർപ്പാപ്പയായി ചുമതലയേൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഏറെ സന്തോഷദായകമാണ്, അഭിമാനകരമാണ് എന്ന് അർജന്റീനയിലെ മുസ്ലിങ്ങളുടെ ഏകോപന വേദിയുടെ സെക്രട്ടറി ജനറൽ പറയുകയാണ്. അതുപോലെ തന്നെ അൽ അസ്ഹറിന്റെ ഗ്രാൻഡ് ഇമാമും ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാലയുടെ പ്രസിഡന്റുമായ അഹമ്മദ് അൽ തൊയ്യിബ് പോപ്പിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സന്ദേശം അയക്കുകയുണ്ടായി. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയായിരുന്നപ്പോൾ അൽ അസ്ഹർ സർവകലാശാല വത്തിക്കാനുമായുള്ള ബന്ധം വിച്ഛേദിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതുമായി കൂട്ടി വായിക്കുമ്പോഴാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും അദ്ദേഹത്തിൽ നിന്ന് പുതിയ ഒരു ബന്ധത്തിന്റെ പുതുയുഗം പ്രതീക്ഷിച്ചുകൊണ്ടുമുള്ള സന്ദേശം അൽ അസ്ഹർ സർവകലാശാലയുടെ മേലധികാരി അയച്ചതിന്റെ പ്രസക്തി കൂടുതൽ വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ അഭിനന്ദന സന്ദേശത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു പ്രതീക്ഷയാണ് ഈ പുതിയ പോണ്ടിഫിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ പ്രതീക്ഷകളെ സാക്ഷാത്കരിക്കുന്ന തരത്തിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെയുള്ള തൻ്റെ സാമ്പ്രദായികവാദികളുടെ, പാരമ്പര്യവാദികളുടെ ചില സമ്മർദ്ദങ്ങളെ പോലും അതിജീവിച്ചുകൊണ്ട് ഇസ്ലാമിക ലോകവുമായി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതാന്തര സംവാദത്തിന്റെയും പുതിയ അധ്യായങ്ങൾ രചിക്കാൻ ദിവംഗതനായ വിശുദ്ധ മാർപ്പാപ്പ സ്വീകരിച്ച നടപടികൾ മാനവ ചരിത്രത്തിൽ എന്നെന്നും സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യേണ്ടതാണ്. തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ
180ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസഡർമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി, ഫ്രാൻസിസ് മാർപ്പാപ്പ. ആ കൂടിക്കാഴ്ചകളിലും മതാന്തര സംഭാഷണത്തിന്, പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകവുമായിട്ടുള്ള സംവേദനത്തിന്, ബന്ധങ്ങൾ ദൃഢമാക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള സംഭാഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇസ്ലാമിക ലോകത്ത് നിന്നുള്ള നിരവധി സിവിൽ മത നേതാക്കൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇൻസ്റ്റാളേഷൻ കുർബാനയിൽ പങ്കെടുത്തതിന് അദ്ദേഹം നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. സൗദി അറേബ്യൻ പത്രമായ സൗദി ഗസറ്റ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണത്തെ അദ്ദേഹം പോപ്പായി നിയോഗിതനായതിനെ സ്വാഗതം ചെയ്തുകൊണ്ടും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും എഡിറ്റോറിയൽ എഴുതി. ഇസ്ലാമോഫോബിയയുടെ കാലഘട്ടത്തിൽ, ഇസ്ലാം വിരുദ്ധ വികാരത്തിന്റെ, മുസ്ലിങ്ങൾക്കെതിരായ ചിന്തയുടെ കാലഘട്ടത്തിൽ സാഹോദര്യത്തിന്റെ ശുദ്ധവായുവിന്റെ ആശ്വാസമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗമനമെന്ന് തുറന്നെഴുതാൻ സൗദി ഗസറ്റ് മടിച്ചില്ല. 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ അഹമ്മദ് അൽ തൊയ്യിബുമായി കൂടിക്കാഴ്ച നടത്തി. 2000 ശേഷം അൽ അസ്ഹറിന്റെ ഗ്രാൻഡ് ഇമാമും ലോക കത്തോലിക്ക നേതാവും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു അത്. 2016 നോർമാൻഡി പള്ളിയിൽ നടന്ന ആക്രമണത്തിൽ IS-മായി ബന്ധമുള്ള 2 ഭീകരർ 85 വയസ്സുള്ള ഒരു കത്തോലിക്ക പുരോഹിതനെ ക്രൂരമായി, അദ്ദേഹത്തിന്റെ പേര് ജാക്കോസ് ഹാമൽ എന്നാണ്, അദ്ദേഹത്തെ കഴുത്തറുത്ത് ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് ഉളവായ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായിട്ടുള്ള വൈകാരിക അന്തരീക്ഷത്തെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വജസ്സുകളുമായി, സ്നേഹദൂതുമായി നേരിടാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞത് എക്കാലഘട്ടത്തിലും നമുക്ക് ആവേശം പകരുന്നതും നമ്മെ കോൾമയിർ കൊള്ളിക്കുന്നതും, സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിൽ എല്ലാ വൈരങ്ങളും മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറാൻ നമുക്ക് പ്രചോദനം നൽകുന്നതുമാണ്. അന്ന് IS തീവ്രവാദികൾ നടത്തിയ ആ ക്രൈസ്തവ പുരോഹിതനെ കൂട്ടക്കൊല നടത്തിയ ആ സംഭവത്തെ ഇസ്ലാമിനെ അക്രമത്തിന്റെയും ഹിംസയുടെയും മതമായിട്ട് ചിത്രീകരിക്കാൻ ചില വികാരജീവികളായ ആളുകൾ ഉപയോഗപ്പെടുത്തിയപ്പോൾ അതിനോട് അദ്ദേഹം പ്രതികരിച്ചത്, അങ്ങനെ ഇസ്ലാമിനെ അക്രമവുമായി ബന്ധപ്പെടുത്തി പറയാനാണ് നിങ്ങൾ തയ്യാറാവുന്നത് എങ്കിൽ അത് ഒരിക്കലും ശരിയല്ല, അത് ഒരിക്കലും സത്യമല്ല, അത് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നതല്ല. ഇസ്ലാമിക അക്രമത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കണമെങ്കിൽ കത്തോലിക്ക അക്രമത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടി വരും. ചരിത്രത്തിൽ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും വർത്തമാന കാലത്ത് മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദത്തിനോ സമാധാനത്തിനോ ശാന്തിക്കോ ഒരു തരത്തിലും വിഘാതമാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സ്വന്തം സമുദായത്തിലെ പാരമ്പര്യവാദികളുടെയും സാമ്പ്രദായികവാദികളുടെയും തീവ്രവാദികളുടെയും വികാരജീവികളുടെയും സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് സമാധാനത്തിന്റെ വെന്നിക്കൊടി ഉയർത്തിപ്പിടിക്കാൻ തയ്യാറായ ഫ്രാൻസിസ് മാർപ്പാപ്പ മാനവരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഉജ്ജ്വലമായ ഒരു അധ്യായമാണ്. തീർച്ചയായും മുസ്ലിം പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ ഉത്തമമായ മാതൃകയുണ്ട്. കാരണം പലപ്പോഴും പാരമ്പര്യ ചേരിയോടൊപ്പം നിന്നുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിലുള്ള പല ഗോത്രീയതയെയും ന്യായീകരിക്കുവാനും അല്ലെങ്കിൽ അവയ്ക്ക് നേരെ കണ്ണടയ്ക്കാനും ഒക്കെ പല മുസ്ലിം നേതാക്കന്മാരും പണ്ഡിതന്മാരും തയ്യാറാകുന്നത്. ഇവിടെ പോപ്പ് കാണിച്ച സ്വന്തം സമുദായത്തിന്റെ ആഭ്യന്തര രംഗത്ത് നിന്നുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും വക്താവായിട്ട് മുന്നോട്ട് പോയി. സഹോദരന്മാരെ ചിന്തിക്കണം, അങ്ങനെ ക്രൈസ്തവ പുരോഹിതനെ IS ഭീകരർ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ സമയത്ത് ഫ്രാൻസിൽ പാസ്മോൻ പാപ്പെ എന്നുള്ള പേരിൽ ഒരു ഹാഷ്ടാഗുമായി ട്വിറ്ററിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായി എന്ന് മാത്രമല്ല സർവോപരി
ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരായി അദ്ദേഹം ഞങ്ങളുടെ പോപ്പല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ തീവ്രവാദികൾ, വികാരജീവികൾ, വളരെ വൈറലായിട്ട് വളർന്ന, ട്രെൻഡായിട്ട് വളർന്ന ഒരു ഹാഷ്ടാഗ് വരെ നടത്തുകയുണ്ടായി. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സത്യത്തിന്റെയും നീതിയുടെയും ആ ഒരു സാന്നിധ്യമായി മുന്നോട്ട് പോകാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ ലോകമെങ്ങുമുള്ള മർദ്ദിതരുടെ, നിസ്സഹായരുടെ, നിരാലംബരുടെ ആശാകേന്ദ്രമായി വർത്തിച്ച മഹത്തായ വ്യക്തിത്വമാണ് നമ്മിൽ നിന്ന് ദൈവത്തിലേക്ക് യാത്രയായ ഫ്രാൻസിസ് മാർപ്പാപ്പ. ലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികൾ പാശ്ചാത്യൻ രാജ്യങ്ങൾക്ക് ഒരു തലവേദനയായിക്കൊണ്ട് അങ്ങനെ യൂറോപ്പിലേക്ക് കുടിയേറുന്ന സമയത്ത് ഈ കുടിയേറ്റം പാശ്ചാത്യൻ രാജ്യങ്ങൾക്ക് ഒരു വലിയ ഭീഷണിയായി, വെല്ലുവിളിയായി തീരുമെന്ന് പലരും ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ അതിനെയൊന്നും ഗൗനിക്കാതെ ആ അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കണമെന്ന് യൂറോപ്പിനോട് ആവശ്യപ്പെടുവാനുള്ള ആർജവം കാണിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റേതൊരു മുസ്ലിം നേതാവിനേക്കാളും, മറ്റേതൊരു മുസ്ലിം രാജ്യത്തെക്കാളും പീഡിതരായ, മർദ്ദിതരായ മുസ്ലിം ജനതയെ നെഞ്ചോട് ചേർത്ത പ്രിയപ്പെട്ട പിതാവാണ്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, 2019 ഫെബ്രുവരി മാസത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ആ സന്ദർശനത്തിനിടയിൽ അവിടത്തെ സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ 1,20,000 പേർക്ക് പാപ്പൽ കുർബാന അദ്ദേഹം അർപ്പിച്ചു. ലോക സമാധാനത്തിനും ഒരുമിച്ച് ജീവിക്കുന്നതിനും വേണ്ടിയുള്ള മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ചുള്ള സുപ്രധാനമായ ഒരു രേഖയിൽ ഗ്രാൻഡ് ഇമാമിനോടൊപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് ഒപ്പുവെച്ചു. വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള ജനത സമാധാനപരമായി സഹവർത്തിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും സാഹോദര്യം പങ്കുവെക്കുന്നതിനുമുള്ള ചരിത്ര പ്രധാനമായ കരാറായിരുന്നു അത്. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ വിശുദ്ധ ഖുർആനിലെ ഒരായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സൂറത്ത് ആലി ഇമ്രാനിലെ 113 ആയത്താണ്. ലൈസു സവാഅം മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ അൽ-ലൈലി വഹും യസ്ജുദൂൻ. ലൈസു സവാഅം മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരായ ആളുകൾ എല്ലാവരും ഒരുപോലെയല്ല. വേദക്കാർ എന്ന് ഖുർആൻ പരാമർശിക്കുന്നത് ക്രൈസ്തവരെയും ജൂതന്മാരെയും കുറിച്ചാണ്. ആ വേദക്കാരെല്ലാം ഒരുപോലെയല്ല എന്ന് സൂറത്ത് ആലി ഇമ്രാൻ 113 അള്ളാഹു പറയുകയാണ്. തുടർന്ന് അള്ളാഹു പറയുന്നു, ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയാത്തില്ലാഹി ആനാ അൽ-ലൈലി, രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിന്റെ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ഒരു സമൂഹം അവരുടെ കൂട്ടത്തിലുണ്ട്. വഹും യസ്ജുദൂൻ, അവർ ദൈവത്തിന്റെ മുന്നിൽ വളരെ വിനയാന്യതരായി സാഷ്ടാംഗം പ്രണമിക്കുന്നവരാണ്. ആ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്നവരാണവർ. അങ്ങനെയുള്ള ഒരു വിഭാഗം വേദക്കാരുടെ കൂട്ടത്തിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ പൂർണ്ണമായ സാക്ഷാത്കാരമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആ മൂല്യങ്ങൾ, സത്യം, നീതി, സൗഹാർദ്ദം, അക്രമരാഹിത്യം, ശാന്തി തുടങ്ങിയ ആ മൂല്യങ്ങളുടെ പൂർണ്ണമായ പുലർച്ചയ്ക്ക് വേണ്ടി, സാക്ഷാത്കാരത്തിന് വേണ്ടി ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സഹോദരന്മാർ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വപ്നം കണ്ടതുപോലെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ അഭിവന്യ പിതാവിന് നൽകാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഉപചാരം. അത് നമ്മൾ അർപ്പിക്കുക, അത് നമ്മൾ സാക്ഷാത്കരിക്കുക, അത്തരത്തിലുള്ള ഒരു കർമ്മനയം നമ്മൾ കൈക്കൊള്ളുക എന്ന് മാത്രമാണ് വേർപാടിന്റെ വേദനയുടെ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്.